ലോകകപ്പിൽ അത്യുജ്വല പ്രകടനത്തോടെ ഹിറ്റ്മാനും സംഘവും ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ബൗളിംഗ് സ്ക്വാഡും ബാറ്റർമാരും മിന്നും ഫോമിൽ. ഒറ്റ മത്സരത്തിലും തോറ്റിട്ടില്ല. അവസാന നിമിഷം തലയുയർത്തി ടീമിനെ നയിക്കുന്ന നായകൻ. എല്ലാം പ്രതീക്ഷകളുടെ സൂചനകളാണ്. ഫൈനലിൽ മറ്റൊരു ആധികാരിക വിജയത്തോടെ കുട്ടി ക്രിക്കറ്റിലെ വിശ്വകിരീടം. അതിൽ കുറഞ്ഞതൊന്നും ഇന്ത്യയെ തൃപ്തരാക്കില്ല. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം ആരാധകർക്ക് കടുത്ത ആശങ്കയുണ്ട്. അത് സാക്ഷാൽ കിങ് കോഹ്ലിയുടെ മോശം പ്രകടനത്തിലാണ്. ഇതുവരെ ടൂർണമെന്റിൽ കളിച്ച 7 മത്സരങ്ങളിൽ നിന്ന് വെറും 75 റൺസ് മാത്രമാണ് കോഹ്ലിക്ക് നേടാനായത്. ഉയർന്ന സ്കോറാകട്ടെ 37 റൺസും. ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ കോഹ്ലി ഫോമിലേക്ക് ഉയരുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. ഇന്ത്യ ഇതുവരെ കളിച്ച 4 2020 ലോകകപ്പ് സെമി ഫൈനലിൽ 3 എണ്ണത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ അപൂർവ താരം കൂടിയായിരുന്നു കോഹ്ലി. ഇംഗ്ലണ്ടിനെതിരെ പ്രതീക്ഷകൾ ശരിവെക്കുന്ന തുടക്കമിടാൻ താരത്തിന് സാധിച്ചു. നേരിട്ട രണ്ടാമത്തെ പന്ത് ഗാലറിയിലേക്ക് പായിച്ചു. എന്നാൽ സ്കോർ കൂടുതൽ ആക്സലറേറ്റ് ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെട്ടു. ആ സിക്സറിന് റീസ് ടോപ്ലിയുടെ പ്രതികാരം. കോഹ്ലിയുടെ മിസ് ജഡ്ജ്മെന്റ് ലെഗ് സ്റ്റംപ് പിഴുതു. പരാജയപ്പെട്ടെങ്കിലും അയാൾ ടീമിൽ ഒറ്റയ്ക്കാവില്ലെന്ന സൂചനയും ഇന്നലെ പുറത്തു വന്നിരുന്നു. നിരാശനായി ഡഗ്ഔട്ടിലിരിക്കുന്ന കോഹ്ലിയെ ആശ്വസിപ്പിക്കുന്ന രാഹുൽ ദ്രാവിഡിന്റെ ദൃശ്യങ്ങൾ നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ അയാൾ ഫോമിലേക്ക് വരുമെന്ന് ദ്രാവിഡ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഓപ്പണർ സ്ഥാനത്ത് നിന്ന് കോഹ്ലിയെ മാറ്റാൻ ഉൾപ്പെടെ ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും രോഹിത്തും കോച്ചും ഉറച്ചു നിന്നു. ഫൈനലിൽ ഫോമിലേക്ക് ഉയരാൻ അയാൾക്ക് പിന്തുണ നൽകുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ ദ്രാവിഡ് വ്യക്തമാക്കിയത്. 15 വർഷമായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളുടെ ഫോമിൽ ആശങ്ക വേണ്ടെന്ന് നായകൻ രോഹിത്തും പറയുന്നു. നയം വ്യക്തമാണ്. ഫൈനലിൽ വിരാടും നീലക്കുപ്പായത്തിൽ കളത്തിലുണ്ടാകും. റൺസിനേക്കാളും ഫോമിനേക്കാളും കോഹ്ലിയുടെ സാന്നിധ്യം ടീമിന് പ്രചോദനമാണ്. ഫൈനലിൽ ആ വിശ്വാസം അയാൾ തെളിയിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. I love it, I love it, beautiful. He can play all the shots, look at that one. Virat, you've got to carry on.